ഒരു മരത്തിൽ ഒരു കൂടുണ്ടായിരുന്നു. കച്ചിയൊക്കെ ഇവിടെ എവിടെയും വാരി വിതറിയ കൂട് കാക്കയുടെ. വേറൊരു കൂടുണ്ടായിരുന്നു, വലുത്, വളരെ മനോഹരമായി അലങ്കരിച്ചത് കുരുവിയുടെ. ഒരിക്കൽ എന്തുണ്ടായി? ഭയങ്കര കൊടുങ്കാറ്റുണ്ടായി, ഇടിയും മിന്നലും ഉണ്ടായി, മഴയും തുടങ്ങി. കാക്കയുടെ ആ ചെറിയ കൂട് ഒടിഞ്ഞുപോയി. കാക്ക മുഴുവനും നനഞ്ഞു. കാക്ക തീരുമാനിച്ചു, അടുത്തുള്ള കുരുവിയുടെ വീട്ടിൽ പോകാം, കൂട്ടിനകത്ത് കയറി മിണ്ടാതിരിക്കാം. കാക്ക കുരുവിയുടെ കതകിൽ മുട്ടി. എന്നിട്ട് പറഞ്ഞു, കുരുവി ചേച്ചി കതക് തുറക്കൂ. കുരുവി പറഞ്ഞു, കാക്കച്ചേട്ടാ കുറച്ചു നിൽക്കൂ, ഞാൻ എന്റെ മകളെ കുളിപ്പിക്കുകയാണ്. കാക്ക കുറച്ചു നേരം നിന്നു. പിന്നെയും പറഞ്ഞു, കുരുവി ചേച്ചി കതക് തുറക്കൂ. കുരുവി പറഞ്ഞു, കുറച്ചു നിൽക്കൂ കാക്കച്ചേട്ടാ, ഞാൻ എന്റെ കൊച്ചിനെ തുണിയുടിപ്പിക്കുക. കുറച്ചു സമയത്തിന് ശേഷം കാക്ക വീണ്ടും കതകിൽ മുട്ടി. കുരുവി ചേച്ചി ഒന്ന് വേഗം വാതില് തുറക്കൂന്നേ. കുരുവി ചേച്ചി പറഞ്ഞു, കുറച്ചു നിൽക്കൂ, ഞാൻ എന്റെ കൊച്ചിനെ കറുത്ത പൊട്ടു തൊടിക്കുക. ഇപ്പോൾ കാക്ക മുഴുവൻ നനഞ്ഞു കുളിച്ചു. അത് തണുത്തു വിറയ്ക്കാൻ തുടങ്ങി. പിന്നെയും പറഞ്ഞു, കുരുവി ചേച്ചി കതകൊന്ന് തുറക്കൂ, ഭയങ്കര മഴയാ, തണുത്ത് വിറയ്ക്കുക ഞാൻ. ഇത് കേട്ട് കുരുവി ചേച്ചി കതക് തുറന്നു. കാക്ക ചേട്ടനെ അകത്ത് വിളിച്ചു. ദേഹം തുടയ്ക്കാൻ ടവൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കാക്കച്ചേട്ടാ ഇവിടെ ഇരിക്കൂ, ഞാനിപ്പോൾ കുളിച്ചിട്ട് വരാം. കാക്കച്ചേട്ടന് അടുക്കളയിൽ നിന്ന് നല്ല പായസത്തിന്റെ മണം വന്നു. അവന്റെ ക്ഷമ കിട്ടു. അവൻ എണീറ്റ് അടുക്കളയിലേക്ക് പോയി. നല്ല ചൂട് പായസത്തിന്റെ മണം കേട്ട് കാക്കയ്ക്ക് വിശപ്പ് തുടങ്ങി. പിന്നെന്താ, അവൻ വേറൊന്നും ആലോചിച്ചില്ല. അവൻ പായസം കഴിക്കാൻ തുടങ്ങി. മുഴുവനും തിന്നു. കുളിച്ചിട്ട് വന്ന കുരുവി കണ്ടത് കുട്ടിക്ക് വെച്ചിരുന്ന പായസം കാക്കച്ചേട്ടൻ തിന്നു തീർത്തിരിക്കുന്നു. അതിനൊത്തിരി ദേഷ്യം വന്നു. അടുപ്പിൽ കത്തിക്കൊണ്ടിരുന്ന വിറകെടുത്ത് അത് കാക്കയ്ക്ക് നേരെ എറിഞ്ഞു. കാക്കയുടെ വാലിൽ കത്തിക്കൊണ്ടിരുന്ന വിറക് വീണപ്പോൾ വാല് കത്തി. അത് നിലവിളിച്ചുകൊണ്ടോടി. എന്റെ വാലി കത്തിപ്പോയി, ഞാൻ പായസം കുടിച്ചതും എന്റെ വാലി കത്തിപ്പോയി. പാഠം പഠിച്ചു, വാലി കത്തി പാഠം പഠിച്ചു.